നീ എന്താടാ അവളെ തിരക്കി പോവാൻ പോവാണോ? ഞാനല്ലാതെ പിന്നെ ആരാ അമ്മ അവളെ തിരക്കി പോകേണ്ടത്? എടാ നീ എന്തിനാടാ നിന്റെ വില കളയും പോന്നേ? അവള് പറയാതെ പോയതല്ലേ, അപ്പൊ പോയതുപോലെ തന്നെ തിരിച്ചു വന്നോളും. അമ്മയോട് സംസാരിച്ചാലേ ശരിയാവില്ല. വെറുതെ എന്തിനാ നമ്മൾ തമ്മിൽ അടികൂടുന്നത്? നിക്കടാ. അമ്മ വീണ്ടും മറ്റേതോ സ്വപ്ന ലോകത്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. ആന്റി എന്താ? ദേ കണ്ടില്ലേ ഇവന്റെ വില കളയാൻ വേണ്ടി പോകുന്നത്. എടാ അവള് പോയെങ്കിൽ ഇങ്ങ് വന്നോളൂ. ആന്റി സൂര്യ പോണം. ഭാവന ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പറയാതെ പോകുന്നേ, അതുകൊണ്ട് സൂര്യ ഉറപ്പായിട്ടും പോണം. അല്ലെങ്കിൽ തന്നെ ഭാവനയുടെ മുന്നിൽ എന്റെ വില പോകുന്നതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം എനിക്ക് അവൾ ഇട്ടിരിക്കുന്ന വില മറ്റാരും തന്നിട്ടില്ല. മനസ്സേ, താൻ അമ്മയെ ഒന്ന് സൂക്ഷിച്ചോ. ചിലപ്പോ താനും ഒരിക്കലും പ്രതീക്ഷിക്കാത്തയായിരിക്കും പലതും നേരിടേണ്ടി വരുന്നത്. സൂര്യ എടാ കണ്ടില്ലേ അവന്റെ ധിക്കാരം? ഇപ്പൊ എന്നെക്കാളും വലുത് അവനാ ഭാവനയോ? ആന്റി അതൊക്കെ ആന്റിയുടെ വെറും തോന്നലാ. സൂര്യക്ക് ഒരിക്കലും അങ്ങനെ ഒരു മുഖം ഇല്ല. ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥാനം തന്നെ സൂര്യ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സൂര്യയുടെ കുഞ്ഞിനെ വയറ്റിൽ പേര് നടക്കുന്ന നിനക്ക് അവൻ എന്ത് സ്ഥാനാ തരേണ്ടത്? ആന്റി എന്തൊക്കെയാ പറയുന്നേ? ഇത് ഭാവനയുടെ സൂര്യയുടെയും കുഞ്ഞല്ലേ? എനിക്കെന്തോ ഇതെന്റെ മോന്റെ മാത്രം കുഞ്ഞായി കാണാനാ എനിക്കിഷ്ടം. എന്താ മോളെ, നിനക്ക് ഈ കുഞ്ഞിനോട് ഒട്ടും സ്നേഹം തോന്നുന്നില്ലേ? അത് പിന്നെ കാണാതിരിക്കും ആന്റി. ഇനി ഡെലിവറി കഴിയുമ്പോ ഈ സ്നേഹം ഒരു ബാധ്യതയാവാതിരുന്നാ മതി ആന്റി. അങ്ങനെയൊന്നും നീ പേടിക്കണ്ട മോളെ. ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ നീയല്ലാതാവില്ലല്ലോ. പൊക്കിൽ കൂടി ബന്ധം നിസ്സാര ബന്ധമാണോ? ഓഹോ, അപ്പൊ എന്റെയും സൂര്യയുടെയും ഊഹം തെറ്റിയില്ലല്ലേ? നിന്റെ മനസ്സിൽ ഇപ്പോഴും ദുഷ്ടചിന്തകൾ മാത്രമുള്ളല്ലേ ജയ? ചുമ്മയല്ല ഭാവന ആരോടും പറയാതെ പോയെ. നീ ഇന്നലെ രാത്രി വീണ്ടും അവളെ വേദനിപ്പിച്ചു അല്ലേ? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. നൊന്ത് പ്രസവിക്കുന്ന മാനസമോൾക്ക് ഈ കുഞ്ഞുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണോ ദേവേട്ടൻ പറയുന്നത്? എന്തായാലും നിന്റെ കാഴ്ചപ്പാടിലുള്ള ബന്ധമൊന്നും ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. മോളെ, നിനക്ക് ഞങ്ങളുടെ ഇടയിൽ ഒരു വിലയുണ്ട്. ആന്റിയുടെ വാക്ക് കേട്ടിട്ട് നീ അത് ഇല്ലാതാക്കരുത്. സ്വന്തം മകന്റെ സമ്മതം തെറ്റിക്കാനുള്ള വഴികളാ നിന്റെ ആന്റി ആലോചിക്കുന്നേ. ജേ, ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതിനൊന്നും പ്രതികരിക്കാത്തത് നമ്മുടെ മകന്റെ അവസ്ഥ കാണാതിരിക്കാൻ വേണ്ടിട്ടാ. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, അതുകൂടി നീ ഓർത്തോ. അങ്കിളെ, ആന്റി എന്ത് കാണിച്ചാലും അങ്കിളിന് എന്നെ അറിയില്ലേ? ആ, അത് മാത്രമാണ് മോളെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ആശ്വാസം. പക്ഷെ അത് നിന്റെ ആന്റിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ തന്നെ ഭാവനയാവും പോയി വിളിച്ച വന്നാ പറയാൻ വന്നു. അങ്കിൾ എന്നാ ഞാൻ പോയി ഭാവനയെ കൊണ്ടുവരാം. അതിന് നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? ഇപ്പൊ നിനക്ക് റെസ്റ്റ് വേണ്ട സമയം. കഷ്ടം. ആ, ദേവേട്ടന്റെ ദേഷ്യം കാണുമെന്ന് അറിയാം. പക്ഷെ ഞാനിപ്പോഴും എന്റെ നിലപാടിൽ തന്നെ ഉറച്ചാ നിൽക്കുന്നേ. നമ്മുടെ പട്ടടയ്ക്ക് കൊള്ളിവെക്കാൻ സൂര്യയുണ്ട്. പക്ഷെ സൂര്യയുടെ കർമ്മങ്ങൾക്ക് ഒരു അവകാശമില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് മാനസമോളുടെ കൂടെ നിന്നത്. കൊള്ളാം. ഇത്രയും നാളൊരു അനന്തരാവകാശി വേണമെന്നുള്ള അവകാശവാദമായിരുന്നു നിനക്ക്. ഇപ്പൊ ചൂടൊന്നും മാറ്റി, അത്രേ ഉള്ളൂ. എന്തായാലും നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ അങ്ങ് ചെയ്യും. പക്ഷെ എല്ലാം കാണുന്ന ഒരാളെ മുകളിലുണ്ടെന്നുള്ള ചിന്ത എപ്പോഴും വേണം. എല്ലാത്തിനും കൂടി നിനക്കൊരു ഉത്തരം തരാനായിട്ട് ആ ശക്തിക്ക് ഒരു നിമിഷം പോലും വേണ്ടിവരില്ല. ഓർത്തോ നീ? മോളെ വാ, വന്നേ പറയട്ടെ.